ടെക്ലേമത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു സ്നാപ്ഡ്രാഗൺ 695 ഡയമൻസിറ്റി 6300 നമ്മൾ കമ്പാരിസൺ ആണ്. കാരണം ഈ കമ്പാരിസൺ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 12,000 രൂപ 11,000 രൂപ റേഞ്ചിൽ ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ 695 ഉള്ള സ്മാർട്ട് ഫോൺസ് ഒക്കെ വരുന്നുണ്ട്. അതേ പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നൊരു പ്രോസറാണ് ഡയമൻസിറ്റി 6300. സോ ഈ രണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത് ഏത് എടുക്കണമെന്നൊക്കെ. സോ കൺഫ്യൂഷൻ നമുക്ക് മാറ്റാം. നമുക്കൊരു സ്പെക്കും കണക്ക് നോക്കാം. സോ നമ്മളിനി പ്രോസസ്സിനോട് കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ചിപ്സെറ്റിലും 6 നാനോമീറ്റർ TSMC മാനുഫാക്ചറിംഗ് പ്രോസസ്സാണ് ഉപയോഗിക്കുന്നത്. സോ രണ്ടും നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസസ്സറുകളാണ്. സോ അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി CPU കോഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം വ്യത്യാസമുണ്ട്. കാരണം സ്നാപ്ഡ്രാഗൺ 695 ഉപയോഗിക്കുന്നത് 2 കോർട്ടെക്സ് A78 2.2 GHz പെർഫോമൻസ് കോഴ്സാണ് വരുന്നത്. പിന്നെ 6 കോർട്ടെക്സ് A55 1.8 GHz എഫിഷ്യൻസി കോഴ്സ്. അതേസമയം ഡയമൻസിറ്റി 6300 ആണെങ്കിൽ 2 കോർട്ടെക്സ് A76 ആണ് ഉപയോഗിക്കുന്നത് 2.4 GHz പെർഫോമൻസ് കോഴ്സാണ്. പിന്നെ 6 കോർട്ടെക്സ് A55 ആണ് ഉപയോഗിക്കുന്നത് എഫിഷ്യൻസി കോഴ്സാണ് 2 GHz. സോ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഒന്ന് സ്നാപ്ഡ്രാഗൺ 695 പഴയതായിട്ട് കൂടി മീൻസ് ചിപ്സെറ്റ് ഇറങ്ങിയിട്ട് കുറച്ച് നാളായി നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 ജനറേഷൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോഴ്സാണ് ഉപയോഗിക്കുന്നത്. പെർഫോമൻസ് കോഴ്സ് ബെറ്റർ ആണ് സ്നാപ്ഡ്രാഗൺ 695. അതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടും. പിന്നെ അതുപോലെ എഫിഷ്യൻസിയും ബെറ്റർ ആയിരിക്കും. സോ കോഴ്സിൻ്റെ കാര്യത്തിൽ CPയുടെ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് എടുക്കുന്നത് സ്നാപ്ഡ്രാഗൺ 695 ആണ്. ഇനി GPയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 695 അഡ്രീനോ 619 GB ആണ് ഉപയോഗിക്കുന്നത്. അതേസമയം ഡയമൻസിറ്റി 6300 ആണെങ്കിൽ മാലി G57 MP2 ആണ് ഉപയോഗിക്കുന്നത്. സോ ഇതിൻ്റെ കാര്യം നമുക്ക് പറയാം. M2യുടെ സ്കോറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പറയാം. ഇനി മെമ്മറിയുടെ കാര്യം അല്ലെങ്കിൽ മെമ്മറിയും സ്റ്റോറേജിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 695 ഡുവൽ ചാനൽ 16-bit/2 LPDDR4X റാം 2133 MHz ക്ലോക്ക് കേൾക്കുന്നത്. ടോട്ടൽ മെമ്മറി ബാൻഡ് വിഡ്ത്ത് 17 Gbps ആണ്. സ്റ്റോറേജ് സപ്പോർട്ടിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ UFS 2.2 വരെ സപ്പോർട്ട് ചെയ്യും. ഇതേ സെയിം സപ്പോർട്ട് തന്നെയാണ് ഡയമൻസിറ്റി 6300ലും വരുന്നത്. ഡുവൽ ചാനൽ 16-bit/2 LPDDR4X റാം ആണ് വരുന്നത്. 2133 MHz 17 Gbps ആണ്. UFS 2.2. സോ സെയിം ആണ്, അവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല. സോ നമുക്ക് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ റാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ചിപ്സെറ്റിൽ. കാരണം നമുക്കൊരു GPU ഒരു ഗ്രാഫിക്സ് കാർഡിൽ നമ്മുടെ സ്മാർട്ട് ഫോണിലുള്ള GPUവിൽ ഉള്ള GPUവിന് ഒരു ഡെഡിക്കേറ്റഡ് മെമ്മറി ഇല്ല. സോ അത് ഉപയോഗിക്കുന്നത് നമ്മുടെ റാം അതിൻ്റെ മെമ്മറി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ എത്ര പവർഫുൾ ആയിട്ടുള്ള റാമോ അല്ലെങ്കിൽ എത്ര സ്പീഡ് കൂടിയ റാം എത്ര ചാനൽ കൂടിയ റാം ആണെങ്കിലും അത്രയും ബെറ്റർ ബാൻഡ് വിഡ്ത്ത് നമുക്ക് ആ GPUവിന് കിട്ടും. സോ അതുകൊണ്ട് തന്നെ ബെറ്റർ പെർഫോമൻസ് നമുക്ക് GPUവിന് കിട്ടും. ഇനി നമ്മൾ ഡിസ്പ്ലേ സപ്പോർട്ടായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 695 ഫുൾ HD പ്ലസ് 120 Hz വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് മാക്സിമം. അതേസമയം ഡയമൻസിറ്റി 6300 സെയിം ഫുൾ HD പ്ലസ് 120 Hz തന്നെയാണ്. പക്ഷേ നമുക്കിവിടെ HDR ഡിസ്പ്ലേസും സപ്പോർട്ട് ചെയ്യും. സോ ഡിസ്പ്ലേ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് എടുക്കുന്നത് ഡയമൻസിറ്റി 6300 ആണ്. ഇനി ക്യാമറ സപ്പോർട്ടിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 695 സ്പെക്ട്ര 346T ISP ആണ് ഉപയോഗിക്കുന്നത്. മാക്സിമം നമുക്ക് 108 MP വരെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഡുവലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 25+13 MP സപ്പോർട്ട് ചെയ്യും. ട്രിപ്പിൾ ആണെങ്കിൽ 13 MP സപ്പോർട്ട് ചെയ്യും. ഇനി വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം നമുക്ക് 1080p അല്ലെങ്കിൽ ഫുൾ HD 60 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ മാക്സിമം. അതേസമയം പ്ലേ ബാക്കും 1080p 60 FPS സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അതേസമയം ഡയമൻസിറ്റി 6300 ആണെങ്കിൽ മാക്സിമം 108 MP തന്നെ. ഡുവലാണെങ്കിൽ 16+16 ആണ് വരുന്നത്. ട്രിപ്പിൾ ക്യാമറയുടെ കാര്യം അറിയത്തില്ല. പിന്നെ നമ്മൾ വീഡിയോ ക്യാപ്ചറിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 2K 30 FPS നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതേസമയം പ്ലേ ബാക്കും സെയിം തന്നെ 2K 30 FPS. സോ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന എന്താ പറയുക ക്യാമറ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന സ്നാപ്ഡ്രാഗൺ 695 ആണ്. അതേസമയം എന്താ പറയുക വീഡിയോ പ്ലേ ബാക്കും കാര്യങ്ങളും അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് ഡയമൻസിറ്റി 6300 പിന്നെ ഡയമൻസിറ്റി അല്ലെങ്കിൽ മിക്ക മീഡിയ ടെക് പ്രോസറിന് ഒരു പ്രശ്നമുണ്ട്. ഒന്ന് ഓവർ ഷാർപ്പനിങ് ഇഷ്യൂസ് ഉണ്ട്. നമുക്കൊരു സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റിൽ ഉള്ള ഒരു സ്മാർട്ട് ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോഴും ഡയമൻസിറ്റി അല്ലെങ്കിൽ മീഡിയ ടെക്കിൻ്റെ പ്രോസറിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് ഇച്ചിരി ഓവർ ഷാർപ്പ് ഉണ്ടായിരിക്കും. പിന്നെ അതുമല്ല വീഡിയോ കാണുമ്പോൾ നല്ല വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് സ്നാപ്ഡ്രാഗൻ്റെ ഒരു നാച്ചുറൽ ലുക്ക് ആയിരിക്കും, ഇങ്ങനെ ഓവർ ഷാർപ്പിൻ്റെ അല്ല ഒരു നാച്ചുറൽ ലുക്ക് ആയിരിക്കും. അതേസമയം മീഡിയ ടെക് പ്രോസറുകളുള്ള സ്മാർട്ട് ഫോൺസിൽ ഇച്ചിരി ഓവർ ഷാർപ്പ് ഉണ്ടായിരിക്കും. നമുക്ക് എടുത്ത് കാണാൻ പറ്റും, ഇങ്ങനെ ഓവർ ഷാർപ്പൻ ഫീൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു കുഴപ്പം ഞാൻ എപ്പോഴും മീഡിയ ടെക്കിൽ കണ്ടിട്ടുണ്ട്. അതൊരു കുറവുള്ളൂ. പിന്നെ കണക്റ്റിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ 695 5Gയുടെ സ്പീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2.5 Gbps ആണ് ഡൗൺലോഡ് സ്പീഡ് വരിക. അപ്ലോഡ് ആണെങ്കിൽ 1.5 Gbps. Wi-Fi 5 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.2 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നാവിക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യയുടെ തന്നെ നാവിഗേഷൻ ഇതാണ് വരുന്നത് സിസ്റ്റമാണ് നാവിക്. ഇത് നമ്മൾ ഡയമൻസിറ്റി 6300 കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 5G ഡൗൺലോഡ് സ്പീഡ് 3.3 Gbps ആണ് വരുന്നത്. അപ്ലോഡ് സ്പീഡ് കൊടുത്തിട്ടില്ല സൈഡിലൊന്നും. പിന്നെ Wi-Fi 5 ആണ്. ബ്ലൂടൂത്ത് 5.2 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ കണക്റ്റിവിറ്റി ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്നത് നമ്മുടെ ഡയമൻസിറ്റി 6300 ആണ്. 6300 നമുക്ക് നാവിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
പിന്നെ ഹയർ ഡൗൺലോഡ് സ്പീഡ് നമുക്ക് ഡയമൻസിറ്റി 6300 വരുന്നുണ്ട്. ഇനി നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ നോക്കാം. ആൻറ്റിറ്റ്യൂഡ് സ്കോർ നമുക്ക് നോക്കാം. സോ ആൻറ്റിറ്റ്യൂഡ് വേർഷൻ 10 സ്കോർ നോക്കുവാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 695 ടോട്ടൽ 4,39,099 വരുന്നത്. CPU 1,56,508, GPU 82,587. അതേസമയം ഡയമൻസിറ്റി 6300 ആണെങ്കിൽ 4,47,617 ടോട്ടൽ. CPU 1,60,992, GPU 64,781. ഗീക്ക് ബെഞ്ച് 6 നമുക്ക് നോക്കാം. സ്നാപ്ഡ്രാഗൺ 695 ആണെങ്കിൽ സിംഗിൾ 908, മൾട്ടി 2134. ഡയമൻസിറ്റി 6300 ആണെങ്കിൽ സിംഗിൾ 813, മൾട്ടി 2135. ഇവിടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഗീക്ക് ബെഞ്ച് 6 ബെറ്റർ ആയിട്ട് നിൽക്കുന്ന CPU പെർഫോം ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ 695 ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ കോറിൽ ബെറ്റർ നിൽക്കുന്നത് സ്നാപ്ഡ്രാഗൺ 695. ഇത് നമുക്ക് ഗെയിമിങ്ങിൽ എപ്പോഴും ബെറ്റർ ആയിരിക്കും. സിംഗിൾ കോർ പെർഫോമൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിന് പറ്റിയൊരു പ്രോസറാണ്. പിന്നെ GPUയുടെ സ്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് സ്നാപ്ഡ്രാഗൺ 695 82,587 GPU സ്കോർ വരിക. അതേസമയം ഡയമൻസിറ്റി 6300 64,781. സോ ഇതിൽ ഏതാണ് ബെറ്റർ പ്രോസർ അല്ലെ പെർഫോമൻസ് കൂടിയ പ്രോസർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 695 ആണ്, ഒരു സംശയമില്ല. സോ നിങ്ങളൊരു പ്രോസർ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഗെയിമിംഗ് കളിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓവറോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രോസർ നിങ്ങൾക്ക് വേണം ഉണ്ടെങ്കിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 695 പോകണമായിരിക്കും നല്ലത്. ചെറിയ ഗുണങ്ങൾ ഡയമൻസിറ്റി 6300 ഉണ്ട്. HDR സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 2K 30 FPS വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും, ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ 11,000 12,000 പ്രൈസ് റേഞ്ചിൽ ആരും HDR ഡിസ്പ്ലേസ് കൊടുക്കത്തില്ല. പിന്നെ അതുമല്ല ഈ പ്രൈസ് റേഞ്ചിൽ എല്ലാ എന്താ പറയുക ഫോൺ മാനുഫാക്ചറേഴ്സും മാക്സിമം 1080p 30 FPS വരെയാണ് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ അഡ്വാൻറ്റേജ് നമുക്ക് അവിടെ പോയി. സോ എൻ്റെ രീതിയിൽ പറഞ്ഞൊരു ബെറ്റർ പ്രോസർ എന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 695 ആണ്. സോ ഗായ്സ്, അപ്പോൾ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ഏത് ചിപ്സെറ്റാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. സോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ. നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.